നമുക്കിനി അടുത്ത ഒരു ഇറഗുലർ വെർബ് പരിചയപ്പെടാം. ഇതാണ് വുലുവാർ. വുലുവാർ മീൻസ് ടു വാണ്ട്. ജസ്റ്റ് പ്രൊനൗൺസിയേഷൻ ഇപ്പോൾ റിവേഴ്സോടെ സൈറ്റിലാണ് നമ്മൾ കോൺജുഗേഷൻസിലേക്ക് പോയിരിക്കുന്നു. വുലുവാർ എന്നുള്ള വെർബ് ടൈപ്പ് ചെയ്ത് കൊടുത്തു. എൻ്റെ സ്പീക്ക് അപ്പോൾ അതിൻ്റെ സ്പീക്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വുലുവാർ നമുക്കതിൻ്റെ പ്രൊനൗൺസിയേഷൻ കിട്ടി. അത് ഒരു ഇറഗുലർ വെർബാണ്. നേരത്തെ പഠിച്ച പുവാർ പോലെ തന്നെ ക്യാൻ, ബി ഏബിൾ ടു എന്ന് പറയുന്ന പോലെ വാണ്ട്, നമ്മുടെ വാണ്ട് ടു, വിഷ് എന്നൊക്കെയുള്ള നമ്മുടെ ആഗ്രഹം പറയാനുള്ള ഒരു വെർബാണ് ഈ വുലുവാഹ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ കോൺജുഗേഷൻ ഇറ്റ്സ് ടോട്ടലി ഡിഫറെൻറ്റ്. അതൊരു ഇറഗുലർ വെർബാണ്. അതിൻ്റെ കോൺജുഗേഷൻസ് നമുക്ക് നോക്കാം. കോൺജുഗേഷൻസ് ഇവിടെ എഴുതിയിട്ടുണ്ട്, അതിൻ്റെ പ്രൊനൗൺസിയേഷനും എഴുതിയിട്ടുണ്ട്. കോൺജുഗേഷൻസ് നോക്കും. ഷുവ്, ത്യുവ്, ഇൽവ്, എൽവ്, നുവുലോം, വുവുലെ, ഇൽവുൽ, എൽവുൽ. ഒന്നുകൂടി പറയാം, വീണ്ടും ശ്രദ്ധിക്കുക. ഷുവ്, ത്യുവ്, ഇൽവ്, എൽവ്, നുവുലോം, വുവുലെ, ഇൽവുൽ, എൽവുൽ. ഇവിടെ കോൺജുഗേഷൻസ് നോക്കണം. സ്പീക്കിൽ ക്ലിക്ക് ചെയ്യുക, സ്പീക്കിൽ ക്ലിക്ക് ചെയ്യാം. പ്രൊനൗൺസിയേഷൻ ശ്രദ്ധിച്ച് കേട്ട് പഠിക്കുക. അപ്പോൾ പാസ്റ്റ് പ്രസൻറ്റ് ടെൻസ് മാത്രമേ നോക്കണ്ടൂ. പ്രസൻറ്റ് ടെൻസിൻ്റെ കോൺജുഗേഷൻസ് പഠിക്കുക. അതിൻ്റെ മീനിങ് എന്താണ്? ഐ വാണ്ട് ടു. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ പറയാം, നമ്മൾ എഴുതി നോക്കുക. ഡു യു വാണ്ട് ടു സ്പീക്ക് ഫ്രഞ്ച്? എങ്ങനെയാണ് ഈ സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാം? എസ്ക് ഉപയോഗിക്കാം, കോൺജുഗേഷൻ വേണം, ക്വസ്റ്റ്യൻ മാർക്ക് വേണം, അതിൻ്റെ സബ്ജക്റ്റ് പ്രൊനൗൺ വേണം. 1 മിനിറ്റ് തരാം, എഴുതി നോക്കൂ. ഓക്കെ, അപ്പോൾ എന്താണ് അതിൻ്റെ ആൻസർ വരുന്നത്? ഡു യു വാണ്ട് ടു സ്പീക്ക് ഫ്രഞ്ച്? എസ്ക് ത്യുവു പാർലെ ഫ്രോൺസെ. എസ്ക് ത്യുവു പാർലെ ഫ്രോൺസെ. അപ്പോൾ നമുക്കിവിടെ ചാറ്റ് ജിപിടിയിൽ പോയിട്ട് ഒന്നുകൂടി ഇട്ട് നോക്കാം. ഐ വാണ്ട് ടു, ഡു യു വാണ്ട് ടു സ്പീക്ക് ഫ്രഞ്ച്, എങ്ങനെയാണ് അത് പറയുന്നത് നോക്കാം. ഓക്കെ, നോക്കൂ. ഇൻഫോർമലായിട്ട് നമുക്ക് എങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്? ത്യുവു പാർലെ ഫ്രോൺസെ. ദാറ്റ്സ് അനദർ വേ ഓഫ് ആസ്കിങ് ക്വസ്റ്റ്യൻ. ത്യുവു പാർലെ ഫ്രോൺസെ എന്ന് ചോദിക്കാം. എസ്ക് ത്യുവു പാർലെ ഫ്രോൺസെ എന്ന് ചോദിക്കാം. എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. ഓർ വുവുലെ പാർലെ ഫ്രോൺസെ. ബ്രേക്ക് ഡൗൺ നോക്കൂ. ത്യുവു യു വാണ്ട്, വുലേവു ഇൻ എ ഡിഫറെൻറ്റ് വേ. ഡു യു വാണ്ട് ടു സ്പീക്ക്. അപ്പം ഇവിടെ ത്യുവു പാർലെ ഫ്രോൺസെ എന്നുള്ളതാണ് അതിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് മനസ്സിലായി. നമുക്ക് ജസ്റ്റ് എസ്ക് കൂട്ടി അങ്ങനെ ചോദിക്കാം. അപ്പോൾ നോക്കൂ. എസ്ക് ത്യുവു പാർലെ ഫ്രോൺസെ ഇൻഫോർമൽ. എസ്ക് വുവുലെ പാർലെ ഫ്രോൺസെ ഫോർമൽ. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് ഇൻഫോർമൽ ആവാനുള്ള കാരണം ത്യു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ അത് മോർ ഫോർമൽ ആവണമെങ്കിൽ എന്ത് വേണം? വു എന്നുള്ള സംഭവം വരണം. സബ്ജക്റ്റ് പ്രൊനൗൺ വു ആവണം. അപ്പോൾ ഫോർമൽ. അപ്പോൾ എസ്ക് കൂട്ടി ചോദിക്കുന്നത് എങ്ങനെയാണ്? എസ്ക് ത്യുവു പാർലെ ഫ്രോൺസെ ഓർ എസ്ക് വുവുലെ പാർലെ ഫ്രോൺസെ. ഇങ്ങനെയാണ് ഇത് ചോദിക്കുന്നത്. ത്യുവു പാർലെ ഫ്രോൺസെ എന്നും ചോദിക്കാം. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ നമുക്ക് വുലുവാർ എന്നുള്ള വെർബ് നമ്മൾ ഇവിടുന്ന് കോൺജുഗേഷൻസ് നമ്മൾ പഠിച്ചു. വുലുവാറിൻ്റെ കോൺജുഗേഷൻ പഠിച്ചു. അതിൻ്റെ ക്വസ്റ്റ്യൻ അപ്ലൈ ചെയ്ത് നോക്കി. എന്താണ് ക്വസ്റ്റ്യൻസ് എന്ന് മനസ്സിലാക്കി. എസ്ക് കൂട്ടി ഉപയോഗിച്ചു. അതിൻ്റെ യെസ് ആൻസർ പറയാം, നോ ആൻസർ പറയാം. വാട്ട് ഈസ് എ നോ ആൻസർ? ഐ ഡോണ്ട് വാണ്ട് ടു സ്പീക്ക് ഫ്രഞ്ച്. എങ്ങനെ പറയാം? ഐ ഡോണ്ട് വാണ്ട് ടു സ്പീക്ക് ഫ്രഞ്ച്. ഷിന് വു പ. അപ്പം എന്താണ്? ഷിവു എന്നുള്ള വെർബിൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും ന് പ എന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഷിന് വു പ പാർലെ ഫ്രോൺസെ എന്നായി. ബ്രേക്ക് ഡൗൺ ഉണ്ട്. ഷിന് പ വു പാർലെ ഫ്രോൺസെ. ഷിന് വു പ പാർലെ ഫ്രോൺസെ. അപ്പോൾ ക്വസ്റ്റ്യനും യെസ് ആൻസർ നോ ആൻസർ നമുക്ക് ഒരു പ്രാവശ്യം കൂടി പറയാം. എസ്ക് ത്യുവു പാർലെ ഫ്രോൺസെ? വി. ഷിവു പാർലെ ഫ്രോൺസെ? നോ. ഷിന് വു പ പാർലെ ഫ്രോൺസെ. കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആയി കഴിയുമ്പോൾ ന് നമ്മൾ സ്കിപ്പ് ചെയ്തിട്ട് ഷിവു പ പാർലെ ഫ്രോൺസെ എന്നും പറയാറുണ്ട്. ഓക്കെ, അപ്പം വുലുവാർ എന്നുള്ള വെർബിൻ്റെ കോൺജുഗേഷൻ, അതിൻ്റെ അപ്ലിക്കേഷൻ, പ്രസൻറ്റിലുള്ള ക്വസ്റ്റ്യൻ ക്രിയേഷൻ, യെസ് ആൻസർ നോ ആൻസർ നമ്മൾ നോക്കി. ഇനി അത് പാസ്റ്റിലേക്ക് പോകുമ്പോൾ എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. അപ്പോൾ പ്രസൻറ്റ് കോൺജുഗേഷനാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. പാസ്റ്റ് കോൺജുഗേഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. പാസേ കോമ്പോസ്റ്റ്. എന്താണ് പാസേ കോമ്പോസ്റ്റ്? അപ്പോൾ കോൺജുഗേഷൻ എന്താ പറയുക? വുലുവാർ എന്ന് പറയുന്ന വെർബിൻ്റെ പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത് വുലു എന്നാണ്. വുലു. അപ്പോൾ ഷേ വുലു ഐ വാണ്ടഡ്. എന്താണ്? ഔവാർ പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അങ്ങനെയാണല്ലോ പാസേ കോമ്പോസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഷേ വുലു, ത്യുവ വുലു, ഇല വുലു, നുസവോം, വുസവേ, ഇൽസോം, എൽസോം. ഇവിടെയാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾസ് വരുന്നത്. പാസേ കോമ്പോസ്റ്റ് എവിടെയാണ് വരുന്നത്? ഈ
പാസ്റ്റ് പാർട്ടിസിപ്പിൾ എല്ലാ വെർബും പഠിക്കുന്ന സമയത്ത് പ്രസൻറ്റ് ടെൻസിലെ കോൺജുഗേഷൻ പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇവിടെ വന്നിട്ട് അതിൻ്റെ പാസെ കോമ്പോസെ എന്ന് പറയുന്ന അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കി വെക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇറഗുലർ വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളും ഡിഫറൻ്റ് ആയിരിക്കും. റെഗുലർ വെർബാണെങ്കിൽ എന്താണ് പർലേ, അതിൻ്റെ കോൺജുഗേഷൻ എന്താണ് ഷിപ്പർല് ചിപ്പർലിൽ പർലൽ പർലു പർലും പർലിൽ പർലൽ പർല്. അതിൻ്റെ കോൺജുഗേഷൻ കഴിഞ്ഞാൽ അതിൻ്റെ പാസ്റ്റ് ടെൻസ് എന്തായിരിക്കും പർലേയുടെ മുകളിൽ ആക്സെൻ്റ് ഇട്ടാൽ മതി. അപ്പോൾ അതിൻ്റെ കോൺജുഗേഷൻ പോലെ തന്നെ പാസെ കോമ്പോസയും പാസ്റ്റ് പാർട്ടിസിപ്പിൾ എളുപ്പമാണ്. പക്ഷേ ഇറഗുലർ വെർബുകൾ വരുമ്പോൾ കോൺജുഗേഷൻ ഡിഫറൻ്റ് ആണ്, അതുപോലെ തന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിളും ഡിഫറൻ്റ് ആണ്. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നോക്കി മനസ്സിലാക്കി സ്റ്റഡി ചെയ്തിട്ട് തന്നെ പോകണം. പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്താണ് വുലുവാർ എന്നുള്ള വെർബിൻ്റെ വുലു. ഓക്കെ, സോ വുലുവാർ എന്നുള്ള വെർബ് അതിൻ്റെ കോൺജുഗേഷൻ പാസ്റ്റ് പാർട്ടിസിപ്പിൾസ് എല്ലാ പോർഷൻസും നമ്മൾ ഫിനിഷ് ചെയ്യുന്നു. ദിസ് ടോപ്പിക് ഈസ് ഓവർ ഹിയർ. ലെറ്റ്സ് സീ ഇൻ ദ നെക്സ്റ്റ് ടോപ്പിക്. ഓക്കെ.